ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യം ചായ അടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അതെ, അപ്പോൾ ഇക്ക പോയതിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്ക പോയതിന് ശേഷം ഇതിൻ്റെ രണ്ടാമത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇക്ക പോയതിന് ശേഷം എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും ഇറിറ്റേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം കുറച്ച് വ്ളോഗിലും കൂടെ അങ്ങനെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ആയിക്കോളും. ഇപ്പം ആ പോയതിൻ്റെ ഒരു ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റ് വന്ന് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറക്കാൻ പേടിയാണ്. ഇന്ന് എന്ത് വാർത്തയാണാവോ കേൾക്കേണ്ടി വരിക എന്നുള്ള ഒരു ഇതാണ്. ശരിക്കും രാവിലെ ഞാൻ എഴുന്നേറ്റ് 8:30-ക്കാണ് എഴുന്നേറ്റ്. ഇന്ന് ശനിയാഴ്ചയാണല്ലോ. അപ്പം ഇന്ന് ഗൾഫിലൊക്കെ ഇന്ന് നോമ്പ് തുടങ്ങുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നാളെയോ മറ്റന്നാളോ എങ്ങാണ്ടാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പാത്തുട്ടി നോമ്പെടുക്കുന്നുണ്ടെന്ന് പറയണേ. എനിക്ക് നോമ്പെടുക്കാൻ പറ്റത്തില്ല. എനിക്ക് മൂത്രത്തിൽ പഴുപ്പില്ല, ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ പറ്റത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും വെള്ളം കുടിക്കാതെ ഒട്ടും പറ്റുന്നില്ല. വെള്ളം എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും വെള്ളം. പാത്തുട്ടി നോമ്പെടുക്കുന്നുണ്ടെന്ന് പറയണം. അപ്പം അവൾക്ക് കുഞ്ഞു നോമ്പെടുക്കണുണ്ടെന്ന് പറയണം. അവന് 7 വയസ്സായതേ ഉള്ളൂ. നോമ്പെടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. നോമ്പ് എന്താണെന്ന് പോലും അറിഞ്ഞുണ്ട്. പക്ഷെ ഞാൻ നോമ്പെടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രി യൂട്യൂബിൽ ലൈവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായി. കാരണം ചെറുതായിട്ട് ഇന്നലെ മഴ ചാറിയിട്ടുണ്ടായിരുന്നു. ഈ വേനൽ മഴയില്ലേ. ഫെബ്രുവരി ആണെങ്കിലും ചൂട് തുടങ്ങിയിട്ടാ. മാർച്ചിലും ഏപ്രിലൊക്കെ ഇനി എന്താവും എന്ന് അറിഞ്ഞൂടാ. ഇന്നലെയൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. ചൂട് സഹിക്കാൻ വയ്യാതെ ചൂടായിരുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ടൊരു നമ്മൾ കള്ളക്കളി എന്നൊക്കെ പറയുമ്പോൾ കള്ളമഴ, ഒരു കുഞ്ഞ് കള്ളമഴ പെയ്ത് നമ്മളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പറ്റിച്ച സമയത്ത് മഴ കുറച്ച് പെയ്തിട്ട് അങ്ങ് തോന്നുന്ന സമയത്ത് പിന്നെ രാത്രി അങ്ങ് ചൂടായി. അപ്പോൾ നമ്മൾ ഈ വാടക വീട്ടിലോട്ട് മാറിയതിന് ശേഷം നമുക്കങ്ങനെ ചൂട് നമ്മളെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ എനിക്ക് പാത്തുട്ടിക്ക് ഉറക്കമേ വന്നില്ല. കുഞ്ഞ് നേരത്തെ ഉറങ്ങി. ലൈവിൻ്റെ ഇടയിൽ തന്നെ അമ്മ ഉറങ്ങി. ഞാനാണെങ്കിൽ ഉറങ്ങിയില്ല. 1 മണിയൊക്കെ ആയി ഉറങ്ങിയപ്പോൾ. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ലേറ്റായി. അപ്പോൾ സ്കൂളില്ലല്ലോ കുട്ടികൾക്ക്, ശനിയാഴ്ചയാണല്ലോ. അങ്ങനെ ഞങ്ങൾ 8:30-ക്കാണ് എഴുന്നേറ്റിട്ട് പിന്നെ വിചാരിച്ചു ഉമ്മച്ചി 8:30-ക്ക് എഴുന്നേറ്റ് പിന്നെ വെറുതെ ഇവിടെ കിടന്നേ ഉള്ളൂ. പിന്നെ എന്നെ നാറ്റിക്കും. അമ്മ 9 മണിക്കാണ്. അപ്പോൾ ഞാൻ 8:30 എഴുന്നേറ്റ്. പിന്നെ കണ്ണ് തുറന്ന് ഇൻസ്റ്റയിൽ നോക്കിയപ്പം കണ്ടത് ഭയങ്കര നല്ലൊരു ന്യൂസാണ്. പിന്നെ കൊച്ചിനെ അടുത്ത് നിർത്തിക്കൊണ്ടത് പറയാൻ പറ്റത്തില്ല. അവൻ പോയി. ഒരു സഹവിദ്യാർത്ഥികൾ താമരശ്ശേരിയിൽ ആ വാർത്തയാണ് രാവിലെ കണ്ടത്. ശരിക്കും അടുക്കളയിൽ കയറി കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് മൊബൈൽ തുറന്നതാണ്. ഇനി ഞാൻ നേരം വെളുത്ത് മൊബൈൽ തുറന്നിട്ട് അടുക്കളയിൽ കയറില്ല. അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടേ മൊബൈൽ തുറക്കും. കൈയും കാലും ഒക്കെ അങ്ങ് സ്റ്റക്കായിപ്പോയി. ആ ന്യൂസ് കണ്ടിട്ട് ഷോക്കായിപ്പോയി. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ പാത്തുനെ പറഞ്ഞു കൊടുക്കും. ആരെങ്കിലും സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി പറയണം. മക്കളെ കളിയാക്കിയാലൊന്നും കേട്ടുകൊണ്ട് നിൽക്കരുത്, അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ജീവനാണ് വലുത്. നമുക്ക് ജീവിക്കണം. അതുകൊണ്ട് ഒന്നും ഒരക്ഷരം തിരിച്ച് പറയരുത്, തുറിച്ച് നോക്കുക പോലും ചെയ്യരുത്. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി, ഇപ്പം നമ്മൾ ഓപ്പോസിറ്റില്ല, നമ്മുടെ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയാൽ അല്ലെങ്കിൽ റോങ് സൈഡ് വന്ന് കയറിയാൽ പോലും നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം മിണ്ടിക്കഴിഞ്ഞാൽ ജീവൻ പോവേ. ജീവനാണ് വലുത്. ആ അവസ്ഥയായി കേരളത്തിൽ. എന്തൊരു ഗതികേടാണല്ലേ കേരളത്തിൽ ജീവിക്കുന്നത്. ശരിക്കും പേടിച്ച് ജീവിക്കേണ്ടത്. എൻ്റെ ലൈഫിൽ സുനാമി വരുന്നെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഭൂമി കുലുക്കുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഈ ഭൂമി ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ പോലും ഇത്രയും പേടിക്കില്ല. കാര്യം കൂട്ടത്തോടെ അങ്ങ് പോകുമല്ലോ എന്നുള്ളൊരു ചിന്തയാവും. പക്ഷേ ഇതിപ്പം മക്കളെ പിള്ളേരെ എങ്ങനെ വളർത്തും? ഈ എൻ്റെ കുഞ്ഞിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ വിടാൻ തന്നെ പേടിയാവുന്നു. സംഭവം അവൻ 2ാം ക്ലാസ്സിലാണെങ്കിലും ഇനി മുന്നോട്ട് എങ്ങനെ പഠിപ്പിക്കും? വല്ല ഓൺലൈൻ ക്ലാസ് മതിയായിരുന്നു. അയ്യോ എൻ്റെ പൊന്നേ, പയ്യ പേടിയാവുന്നു. ഈ നമ്മുടെ നിയമം എങ്ങോട്ടായി പോകുന്നത് ഒരു പിടിയില്ല കേട്ടാ. എനിക്കറിയാൻ വയ്യേ. ആ ന്യൂസ് കണ്ട് കൈയും കാലും ഒക്കെ കുഴഞ്ഞു പോയി. കിടക്കപ്പായിരുന്നേ പിന്നെ എഴുന്നേക്കാൻ വയ്യാത്തൊരവസ്ഥയായി. എഴുന്നേറ്റ് ഞാൻ കുറേ നേരം ഷോക്കായിട്ടിരുന്നത്. ഇപ്പോഴാണ് കയറി ചായ ഇട്ടത്. പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളിന്ന്. ചപ്പാത്തിയും പിന്നെ ഇന്നലെ ചിക്കനായിരുന്നു. അപ്പം ചിക്കൻ കറി ഇരിപ്പുണ്ട്. ചിക്കൻ കറി ചൂടാക്കി വറ്റിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ കറിയും ചപ്പാത്തിയാണിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ചായ ഇട്ട് ഇതാ ചിക്കൻ കറി രാവിലെ എടുക്കുമ്പോൾ തീരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനുള്ളൂ. പിന്നെ ഇന്നലെ ചപ്പാത്തിയായിരുന്നു. ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചാൽ നമ്മൾ 2 ദിവസം എടുക്കും. കാര്യം അതിൽ 20 എണ്ണം ഉണ്ടാവും. അപ്പം നമ്മൾ 2 ദിവസം എടുക്കാനുണ്ടാവും. അപ്പം ഇന്നലെയും ചപ്പാത്തിയായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ ചപ്പാത്തിക്ക് കടലക്കറി ഉണ്ടാക്കി. അപ്പം ഇന്ന് ചപ്പാത്തി ചിക്കൻ കറിയും പിന്നെ സൈഡ് ഡിഷായിട്ട് ഇന്നലത്തെ കടലക്കറിയാണ്.
പാത്തൂട്ടി ഇതുവരെ എഴുന്നേറ്റില്ല. മണി 10 എഴുന്നേറ്റ്. അവൾ 9:30 എഴുന്നേറ്റ്. പക്ഷെ അവളിങ്ങനെ കിടക്കുന്നു. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാം? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നമ്മുടെ വീട്ടിലായിരുന്നപ്പോഴും അവളൊന്നും ചെയ്യത്തില്ല. എങ്കിലും ചെറുതായിട്ടൊക്കെ ഇനി സഹായിക്കുമായിരുന്നു. അവളുടെ തുണിയെങ്കിലും അവൾ കഴുകുമായിരുന്നു അവിടെയായിരുന്നു. അപ്പം ഇപ്പം അതും ഇല്ല. അപ്പം ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. പിന്നെ ഇതെൻ്റെ കൂട്ടുകാരി അസീന ഷാജി. ഇന്നലെ അവൾ ഇവിടെ ചിറയൻകീഴുള്ളതാണ്. ചിറയൻകീഴ് മഞ്ചാടി മൂടുള്ളതാണ്. അപ്പോൾ അവൾ എനിക്ക് കൊണ്ട് തന്നതാണ്. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അവൾ കുറേ മാങ്ങയും മുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താളി മാങ്ങയാണ്. ഇത് അച്ചാറിടണം. നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ പാത്തൂട്ടിക്ക് നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ ചോറാണ് അവൾ കഴിക്കുന്നത്. അപ്പം ചോറിൻ്റെ കൂടെ അവൾക്ക് അച്ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ കഴിച്ചോളും. അപ്പോൾ ഇത് ഇന്ന് അരിഞ്ഞ് അച്ചാറിടണം. അതൊക്കെയാണ് ഇന്നത്തെ ജോലി. കുഞ്ഞുമണി രാവിലെ ഇവിടെ വന്ന് നിന്ന് അതാണ്ട് ആ കാറിൻ്റെ ബാറ്ററിയൊക്കെ ഊരി പിറക്കിയൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുകൊടുത്ത റിമോട്ട് കാറാണ്. ഇവൻ 24 മണിക്കൂർ ഇതിൻ്റെ ബാറ്ററി മാറ്റിയിടുന്നതാണ് ജോലി. കാർ അല്പം ചലിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്ററി മാറ്റിയിട്ട് നോക്കും. ഓ നിൽക്ക്, ഇതാ ഉടുപ്പ് തിരിച്ചാണ് ഇട്ടേക്കുന്നത്. നോക്ക്. പല്ല് തേച്ച ഉടനെ എനിക്ക് ചായ നിർബന്ധമാണ്. അതും ചായ ആണെങ്കിൽ ചൂടോടെ വേണം കേട്ടോ. തിളയ്ക്കുന്ന ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂടുള്ള ചായ ഗുപ്തൻ ഫൂ ഫൂ എന്ന് ഊതി കുടിക്കും പോലെ എനിക്ക് ചായ ഇങ്ങനെ ചൂടോടെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മൈഗ്രെയിൻ ഉണ്ടായപ്പോൾ മുതൽ ഞാൻ ശീലിച്ചാണ് കേട്ടോ. അങ്ങനെ നല്ല ചൂടോടെ ചായ കുടിക്കും. അപ്പം മൈഗ്രെയിൻ കുറച്ച് കുറഞ്ഞ് കിട്ടും. കുറച്ച് പിന്നെ കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂട്ടാക്കാം. കാരണം പാത്തൂട്ടി അവിടെ കിടന്ന് ഫോണിൽ എന്തോ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ടൂൺ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് കോപ്പിറൈറ്റ് എന്ന് വിചാരിച്ചാണ്, കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് മ്യൂട്ടാക്കിയത്. അപ്പൊ ചപ്പാത്തിയൊക്കെ ഞാനിപ്പോ കല്ലിന്ന് കൈ കൊണ്ട് പരത്തി ഇങ്ങനെ ചുട്ടെടുക്കാൻ തുടങ്ങി. ഭയങ്കര എക്സ്പേർട്ട് ആയെന്നാണ് ഞാൻ പറഞ്ഞത്. മുമ്പൊക്കെ ആണെങ്കിൽ ചട്ടും ഇല്ലാതെ ചുടുന്ന കാര്യം ആലോചിക്കാനേ വയ്യായിരുന്നു. ഇപ്പം എക്സ്പേർട്ട് ആയി. അങ്ങനെയാണല്ലോ. അപ്പം കുഞ്ഞുവിന് ഞാൻ ഫുഡ് കൊടുത്ത് അടിപൊളി എന്നാണ് അവൻ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ അവൻ വന്ന് കുറെ ബഹളങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കാർ ഓടിക്കുന്ന, അവന്റെ റിമോട്ട് കാർ ഓടിക്കുന്നത് കാണിക്കണമെന്ന് പറഞ്ഞ് കുറെ ബഹളമൊക്കെ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ സ്ലാബിന്റെ പുറത്തിട്ട് ഓടിക്കണ്ട, നമുക്ക് ഹാളിലിട്ട് ഓടിക്കാം, എന്നിട്ട് ഉമ്മച്ചി വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിച്ചൊക്കെ വിട്ടു. അപ്പൊ പാത്തൂട്ടി അവിടെ കിടന്ന് മൊബൈലിൽ എന്തോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്ത് വ്ളോഗ് എടുക്കണമെന്ന് മറ്റേ വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. യാതൊരു തരത്തിലും പഠിത്തത്തെ ബാധിക്കൂല, വ്ളോഗ് മാത്രമേ എടുക്കുള്ളൂ എന്ന് സത്യപ്രതിജ്ഞ എടുപ്പിച്ചിട്ടാണ് കേട്ടോ മേടിച്ചു കൊടുത്തത്. അപ്പം ഫോണിൽ കളിച്ചത് മതി, എഴുന്നേറ്റ് വാന്ന് പറഞ്ഞപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഉടനെ ബ്രഷ് എടുത്തുകൊണ്ട് തൂക്കാൻ ഇറങ്ങി. അപ്പൊ ഇത് എൻ്റെ അവള് കണ്ടുപഠിച്ചതാണ്. ഞാൻ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യിക്കുന്നൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരു ജോലിയും മക്കളെ നിർബന്ധിച്ച് ചെയ്യിക്കാറില്ല. അപ്പൊ അവള് കാണുന്നതാണ് ഞാൻ ഇവിടെ തൂത്തുവാരിയിടുന്നത്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണം. ഞാൻ ഈ അടുക്കളയിൽ വന്നതിന് കിക്കിന്ന് കിടിച്ചോണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഞാൻ എന്നും അടുക്കളയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങളിവിടെ വീടെടുത്ത സമയം വസന്തകാലത്തിന്റെ ആരംഭത്തിലാണ്, അതായത് ജനുവരിയിലാണ് ഞങ്ങൾ വീടെടുത്ത കേട്ടോ. അപ്പം മുതൽ ഇവിടെ കണ്ണിമാങ്ങയായിരുന്നു. ഇപ്പൊ അത് വലുതായി ഇത്ര വലിപ്പത്തിലായിപ്പോട്ട്. എന്നും ഞാൻ അത് കണ്ടുകൊണ്ട് നിൽക്കും അടുക്കളയിൽ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കാണാം. അപ്പുറത്തെ വീട്ടിലെ മാവാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ജനലിന്റെ സൈഡിൽ ഞങ്ങളുടെ ഹൗസ് ഓണർ വെച്ച് പിടിപ്പിച്ച നെല്ലിയുണ്ട്. അതിൽ നെല്ലിക്കയും കാണാം. അപ്പൊ നെല്ലിക്കയും മാങ്ങയൊക്കെ കായ്കനികളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. രാവിലെ എനിക്ക് വീട് ഇത്രയും വൃത്തിയാക്കി ഇടണം കേട്ടോ. അപ്പൊ പാത്തൂട്ടി തൂത്തെങ്കിലും ഞാൻ എവിടെയെങ്കിലും പൊട്ടും പൊടിയൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി വന്നു. അപ്പൊ മുകളിൽ വല ഇരിക്കുന്നത് കണ്ട്. നമ്മളെ നീലു, ഞങ്ങളുടെ ബൊമ്മയാണ് നീലു, കാലിങ്ങനെ പൊക്കി വെച്ചുകൊണ്ടൊക്കെ കിടപ്പുണ്ട് അതിന്റെ മണ്ടയില്. പിന്നെ കുറെ ബൊമ്മയൊക്കെ ഇരിപ്പുണ്ട് അവിടെ. പാത്തൂട്ടിക്ക് ഇക്ക കൊണ്ടുവന്നതാണ് ബാക്കിയൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ ബ്രഷ് എടുത്തുകൊണ്ട് വന്ന്, ഇത് ബ്രഷ് അല്ല, ബ്രഷിന്റെ കോല് മാത്രമേ ഉള്ളൂ, തുണി ചുറ്റി വെച്ചേക്കുന്നതാണ്. എന്റെ ഇക്ക ജസ്റ്റ് ഒന്ന് വലയടിക്കാൻ കയറിയപ്പോഴത്തേക്കും നൈസായിട്ട് ബ്രഷ് ഒന്ന് ഒടിഞ്ഞു പോയി. എന്താണോ എന്തോ, ഇക്ക തൊട്ടാ തീർന്നു. അങ്ങനെ അതും പറഞ്ഞ ഇക്ക കളിയാക്കുകയും ചെയ്തു കേട്ടാ. പിന്നെ ഇനി ഒരെണ്ണം വാങ്ങിക്കണം. വാടക വീട് എടുത്തു വന്നപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഞാനും കുഞ്ഞും കൂടെ കുറച്ച് ചിരിയും കളിയൊക്കെ ആയിട്ട് കുറച്ചു നേരം ഹാളിൽ ഇങ്ങനെ കിടന്ന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുത്ത തറയിൽ ഇങ്ങനെ കിടക്കാൻ. കുറച്ചു നേരം ഞങ്ങൾ അവിടെ കിടന്ന് കുറച്ച് ഗ്ലാമിക് എന്ന് പറയും പോലെ കുറച്ച് മൊണാൾട്ടൊക്കെ അടിച്ചുകൊണ്ട് കിടന്നു. കോപ്പി അടിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, കോപ്പി അടിച്ചത് തന്നെയാണ്. കാര്യം ഈ വാക്ക് ഞാൻ പറയാറില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാങ്ങ എരിഞ്ഞു അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ പാണ്ടിയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സ്ലാബിന്റെ പുറത്ത്. ഞാൻ മാങ്ങ എരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇക്ക എൻ്റെ അടുത്ത് ചോദിച്ചു, പാണ്ടി എടുക്കാത്ത എന്താ, അതിന്റെ ഫ്ലഷ് മൊത്തം പാണ്ടി പോയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാണ്ടി കൊണ്ട് വേറൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാണ്ടികളെല്ലാം കൂടെ ഞാൻ 2 കുപ്പിക്കകത്തിട്ട് വെച്ച്. ഇത് തൈര് മേടിക്കുമ്പോൾ കിട്ടുന്ന കുപ്പിയാണ് കേട്ടോ. പച്ചമുളകും വിനാഗിരിയും വെള്ളം ഒഴിച്ച് പാണ്ടി ഉപ്പിലിട്ടത് റെഡി. അപ്പൊ ഇനി നമുക്ക് ചോറിന്റെ കൂടെ ആ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ഈ പാണ്ടിയോ ഈ മുളകോ എന്തെങ്കിലും എടുത്ത് കഴിക്കാം.
അങ്ങനെ എൻ്റെ അച്ചാർ എന്തേ റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി ചാറില്ലാതെ അച്ചാറൊക്കെ ഇടാൻ ഇപ്പം ഞാൻ പഠിച്ചു ഗൈസ്. പണ്ട് എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം പഠിച്ചു. ഇപ്പം എല്ലാത്തിലും ഞാൻ എക്സ്പേർട്ടാണ്. അപ്പോൾ അടുക്കള ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാതെ ഇരിക്കുന്ന ഇഷ്ടമേ ഇല്ല. മുഷിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കുളിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുളിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പം പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ചിക്കൻ കറിയും അച്ചാറും മാത്രമേ ഉള്ളൂ. അപ്പോൾ പാത്തൂട്ടി ഇപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. കുഞ്ഞു സാധാരണ വാരിയാണ് കഴിക്കുന്നത്. പക്ഷെ ഇന്ന് അവന് വാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവൻ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പൊ അവന് ഞാൻ വാരി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം വീണ്ടും ഹാളിലൊക്കെ ഇരുന്നു. വൈകുന്നേരം ആയപ്പോൾ ചായ ഇട്ടു. അപ്പം ചായക്ക് സ്നാക്സ് എൻ്റെ കൂട്ടുകാരി കൊണ്ടുവന്ന, അവളുടെ ഉമ്മാക്ക് ഇതിൻ്റെയൊക്കെ കച്ചവടമാണ് കേട്ടോ, ഈ മുറുക്ക് പൊരി. അപ്പം അസീനെ കൊണ്ടുവന്ന സ്നാക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ ഈ വേസ്റ്റ് സംസ്കരിക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പം മീനിൻ്റെ തല, കോഴി വേസ്റ്റ്, പച്ചക്കറി, പഴം, ഇതിൻ്റെയൊക്കെ വേസ്റ്റ് തൊലികളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉമ്മ കടപ്പുറത്ത് കൊണ്ടുപോയി കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ കൊണ്ടുപോയി കാക്കയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കത് സംസ്കരിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. പ്ലാസ്റ്റിക് മാത്രം കെട്ടി സൂക്ഷിക്കുമ്പോൾ ഹരിതകർമ്മസേനക്കാർ വന്ന് കൊണ്ടുപോകും. അപ്പൊ വീട്ടിൽ ചെന്ന ഉടനെ കുഞ്ഞു സൈക്കിൾ എടുത്തുകൊണ്ട് കടപ്പുറത്തോട്ട് ചാടിയിട്ട്, അപ്പൊ അവന് സൈക്കിൾ വിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രധാനമായിട്ട് ഇങ്ങോട്ട് വരുന്നത് എൻ്റെ കൂടെ. വൈകുന്നേരം അവനെ ഞാൻ ഇങ്ങനെ സൈക്കിൾ വിട്ടാൻ ഇവിടെ കൊണ്ട് വിടാറുണ്ട്. അപ്പൊ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ വീടൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത്. ഇവിടെ നിന്നാണല്ലോ ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പാത്തൂട്ടിക്ക് നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ലൈലാമീര കടയിൽ നിന്ന് പാലും പഴവും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുകളിലൊരു റീൽ എടുക്കാൻ കയറി. പാത്തൂട്ടിക്ക് റീൽ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട്, ഇക്കാരെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. അവള് പാട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മണ്ടയിൽ നിന്ന് താഴോട്ട് നോക്കിയ വ്യൂ നല്ല രസമാണ് ഗൈസ്. എൻ്റെ നാടാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകും, അത്ര ഭംഗിയാണ്. അല്ലെങ്കിൽ എൻ്റെ നാട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ്. ഇതാ പറക്കി കൊണ്ടുവന്ന തുണികൾ മടക്കി വയ്ക്കുക. പിന്നെ നാളെ പാത്തുട്ടിക്ക് നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞ് അപ്പം നോമ്പ് പിടിക്കാനുള്ള സാധനങ്ങൾ ഞാൻ കടയിൽ നിന്ന് പഴമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് വാങ്ങിച്ച് വെച്ച്. അപ്പോൾ രാവിലെ ഇപ്പം ഞാൻ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ രാവിലെ അവൾക്ക് ചോറ് കൊടുക്കും. ചോറും ചിക്കൻ കറിയും. പിന്നെ എന്തെങ്കിലും അവൾക്ക് പലഹാരം വേണമെന്ന് പറയുമെങ്കിൽ പുട്ടെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ ഉമ്മ.